ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മോത്തപ്പെടുമാറാകട്ടെ. വേദപുസ്തകം ഒരു വർഷം കൊണ്ട് വായിച്ചു തീർക്കുന്ന ശുശ്രൂഷയാണിത്. ഇന്ന് ദിവസം 28. നമുക്ക് വേദഭാഗത്തിലേക്ക് പ്രവേശിക്കാം. പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായം. എന്നാൽ മോശെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അഹരോൻ അവരോട്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ, ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. അഹരോൻ അത് കണ്ടാറെ അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണിതു. നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. പിറ്റേന്നാൾ അവർ അതികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു, സമാധാന യാഗങ്ങളും അർപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. അപ്പോൾ യഹോവ മോശയോട്, നീ ഇറങ്ങിച്ചെല്ലുക. നീ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ച് അതിന് യാഗം കഴിച്ചു. ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്നു എന്നരുളി ചെയ്തു. ഞാൻ ഈ ജനത്തെ നോക്കി, അത് ദുഷാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു. അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും എന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. എന്നാൽ മോശെ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ച് പറഞ്ഞത്, യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നതെന്ത്? മലകളിൽ വച്ച് കൊന്നുകളവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിപ്പാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിസ്രയീമ്യരെ കൊണ്ട് പറയിക്കുന്നതെന്തിന്? നിന്റെ ഉഗ്രകോപം വിട്ട് തിരിഞ്ഞ് നിന്റെ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കണമേ. നിന്റെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. ഞാൻ നിങ്ങളുടെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അരുളി ചെയ്ത ഈ ദേശമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെ എന്നേക്കും അവകാശമായി പ്രാപിക്കുകയും ചെയ്യുമെന്ന് നീ നിന്നെ കൊണ്ട് തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ. അപ്പോൾ യഹോവ തൻ്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ചു. മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്നിറങ്ങി. സാക്ഷ്യത്തിൻ്റെ പലക രണ്ടും അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പലക ഇപ്പുറവും അപ്പുറവുമായി ഇരുവശത്തും എഴുതിയതായിരുന്നു. പലക ദൈവത്തിൻ്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിൻ്റെ എഴുത്തുമായിരുന്നു. ജനം ആർത്തു വിളിക്കുന്ന ഘോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട്, പാളയത്തിൽ യുദ്ധഘോഷമുണ്ട് എന്ന് പറഞ്ഞു. അതിന് അവൻ, ജയിച്ചാർക്കുന്നവരുടെ ഘോഷമല്ല, തോറ്റു നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല, പ്രതിഗാനം ചെയ്യുന്നവരുടെ ഘോഷമത്രേ ഞാൻ കേൾക്കുന്നതെന്ന് പറഞ്ഞു. അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു. അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിൻ്റെ അടിവാരത്ത് വെച്ച് പൊട്ടിച്ചു കളഞ്ഞു. അവർ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടിയെ അവനെടുത്ത് തീയിലിട്ട് ചുട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. മോശെ അഹരോനോട്, ഈ ജനത്തിന്മേൽ ഇത്ര വലിയ പാപം വരുത്തുവാൻ അവർ നിന്നോട് എന്തു ചെയ്തു എന്ന് ചോദിച്ചു. അതിന് അഹരോൻ പറഞ്ഞത്, യജമാനൻ്റെ കോപം ജ്വലിക്കരുതേ. ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നതെന്ന് നീ അറിയുന്നുവല്ലോ. ഞങ്ങൾക്ക് മുമ്പായി നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് അവർ എന്നോട് പറഞ്ഞു. ഞാൻ അവരോട്, പൊന്നുള്ളവർ അത് പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു. അത് അവർ എൻ്റെ പക്കൽ തന്നു. ഞാനത് തീയിലിട്ടു. ഈ കാളക്കുട്ടി പുറത്തു വന്നു. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം
അഹ്റോൻ അവരെ അഴിച്ചുവിട്ട് കളയുകയാൽ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട് മോശെ പാളയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിലുള്ളവർ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാറെ ലേവ്യർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തൻ താൻ താൻ്റെ വാൾ അരക്കി കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താൻ താൻ്റെ സഹോദരനെയും താൻ താൻ്റെ സ്നേഹിതനെയും താൻ താൻ്റെ കൂട്ടുകാരനെയും കൊന്നുകളവൻ എന്നിങ്ങളെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ലേവ്യർ മോശെ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. യഹോവ ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹം നൽകേണ്ടതിന് നിങ്ങൾ ഇന്ന് ഓരോരുത്തൻ താൻ താൻ്റെ മകനും താൻ താൻ്റെ സഹോദരനും വിരോധമായി യഹോവയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുപ്പിനെന്ന് മോശെ പറഞ്ഞു. പിറ്റേന്നാൾ മോശെ, നിങ്ങൾ ഒരു മഹാപാപം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ യഹോവയുടെ അടുക്കൽ കയറി ചെല്ലും. പക്ഷേ നിങ്ങളുടെ പാപത്തിനു വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ എനിക്ക് ഇടയാകും എന്ന് പറഞ്ഞു. അങ്ങനെ മോശെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ, ഈ ജനം മഹാപാതകം ചെയ്ത് പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ. അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ. യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. ആകയാൽ നീ പോയി ഞാൻ നിന്നോട് അരുളി ചെയ്ത ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടുപോക. എൻ്റെ ദൂതൻ നിന്റെ മുമ്പാകെ നടക്കും. എന്നാൽ എൻ്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കും എന്ന് അരുളി ചെയ്തു. അഹ്റോൻ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ ജനം ഉണ്ടാക്കിച്ചതാകൊണ്ട് യഹോവ അവരെ ദണ്ഡിപ്പിച്ചു. പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായം. അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചതെന്നാൽ, നീയും മിസ്രയീം ദേശത്തു നിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവിൻ. ഞാനൊരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. കനാന്യർ, അമോര്യർ, ഹിത്യർ, പെരിസ്യർ, ഹിവ്യൻ, യെബൂസ്യൻ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കയില്ല. നീ ദുഷാഠ്യമുള്ള ജനമാകുന്നു. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. ആരും തൻ്റെ ആഭരണം ധരിച്ചതുമില്ല. നിങ്ങൾ ദുഷാഠ്യമുള്ള ജനമാകുന്നു. ഞാനൊരു നിമിഷനേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്തു ചെയ്യണമെന്ന് അറിയേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കിക്കളക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറക എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. അങ്ങനെ ഹോറേബ് പർവ്വതത്തിങ്കൽ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല. മോശെ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്ത് അടിച്ചു. അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്ന് മോശെ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേറ്റ് ഓരോരുത്തൻ താൻ താൻ്റെ കൂടാരവാതിൽക്കൽ നിന്നു. മോശെ കൂടാരത്തിനകത്ത് കടക്കുവോളം അവനെ നോക്കിക്കൊണ്ടിരുന്നു. മോശെ കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാര വാതിൽക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. ജനമെല്ലാം കൂടാരവാതിൽക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ടു. ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തൻ താൻ താൻ്റെ കൂടാരവാതിൽക്കൽ വെച്ച് നമസ്കരിച്ചു. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. മോശെ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. എങ്കിലും ആരെ എന്നോടുകൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്കെന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനം എന്ന് ഓർക്കണമേ. അതിന് അവൻ, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും.
ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്നരുളി ചെയ്തു. അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. എന്നോടും നിന്റെ ജനത്തോടും കൃപ ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞുമിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അപ്പോൾ അവൻ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്നപേക്ഷിച്ചു. അതിന് അവൻ, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കും എന്നരുളി ചെയ്തു. നിനക്കെൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കയില്ല എന്നും അവൻ കൽപ്പിച്ചു. ഇതാ, എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും. പിന്നെ എൻ്റെ കൈ നീക്കും, നീ എൻ്റെ പിൻഭാഗം കാണും, എൻ്റെ മുഖമോ കാണാവതല്ല എന്നും യഹോവ അരുളി ചെയ്തു. പുറപ്പാട് പുസ്തകം 34 അധ്യായം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, മുമ്പിലത്തേവ പോലെ 2 കൽപ്പലക ചെത്തിക്കൊള്ളുക. എന്നാൽ നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകയിൽ ഉണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും. നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായ് പർവ്വതത്തിൽ കയറി പർവ്വതത്തിൻ്റെ മുകളിൽ എൻ്റെ സന്നിധിയിൽ വരണം. നിന്നോടുകൂടെ ആരും കയറരുത്, പർവ്വതത്തിൽ എങ്ങും ആരെയും കാണരുത്. പർവ്വതത്തിന് അരികെ ആടുകളോ കന്നുകാലികളോ മേയുകയും അരുത്. അങ്ങനെ മോശെ മുമ്പിലത്തേവ പോലെ 2 കൽപ്പലക ചെത്തി അതികാലത്ത് എഴുന്നേറ്റ് യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ സീനായ് പർവ്വതത്തിൽ കയറി. കൽപ്പലക 2 കയ്യിൽ എടുത്തുകൊണ്ടുപോയി. അപ്പോൾ യഹോവ മേഘത്തിൽ ഇറങ്ങി അവിടെ അവൻ്റെ അടുക്കൽ നിന്നു യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. യഹോവ അവൻ്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവ യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ എന്നാറെ മോശെ ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. കർത്താവേ, നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മധ്യേ നടക്കണമേ. ഇത് ദുഷാഠ്യമുള്ള ജനം തന്നെ, എങ്കിലും ഞങ്ങളുടെ അകൃത്യവും പാപവും ക്ഷമിച്ച് ഞങ്ങളെ നിന്റെ അവകാശമാക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ അരുളി ചെയ്തതെന്തെന്നാൽ, ഞാനൊരു നിയമമുണ്ടാക്കുന്നു, ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തിന് മുമ്പാകെ ഞാൻ ചെയ്യും. നീ സഹവാസം ചെയ്തു പോരുന്ന ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തിയെ കാണും. ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുന്നത് ഭയങ്കരമായുള്ളത് തന്നെ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് സൂക്ഷിച്ചുകൊള്ളുക. അമോര്യൻ, കനാന്യൻ, ഹിത്യൻ, പെരിസ്യൻ, ഹിവ്യൻ, യെബൂസ്യൻ എന്നിവരെ ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും. നീ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളോട് നീ ഒരു ഉടമ്പടി ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുക, അല്ലാഞ്ഞാൽ അത് നിന്റെ മധ്യേ ഒരു കെണിയായിരിക്കും. നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ച് വിഗ്രഹങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം. അന്യദൈവത്തെ നമസ്കരിക്കരുത്. യഹോവയുടെ നാമം തീഷ്ണൻ എന്നാകുന്നു. അവൻ തീഷ്ണതയുള്ള ദൈവം തന്നെ. ആ ദേശത്തിലെ നിവാസികളോട് ഉടമ്പടി ചെയ്യുകയും അവരുടെ ദേവന്മാരോട് അവർ പരസംഗം ചെയ്ത് അവരുടെ ദേവന്മാർക്ക് ബലി കഴിക്കുമ്പോൾ നിന്നെ വിളിക്കുകയും നീ ചെന്ന് അവരുടെ ബലികൾ തിന്നുകയും അവരുടെ പുത്രിമാരിൽ നിന്ന് നിന്റെ പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും അവരുടെ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരോട് പരസംഗം ചെയ്യുമ്പോൾ നിന്റെ പുത്രന്മാരെ കൊണ്ട് അവരുടെ ദേവന്മാരോട് പരസംഗം ചെയ്യിക്കുകയും ചെയ്യുവാൻ ഇടവരരുത്. ദേവന്മാരെ വാർത്തുണ്ടാക്കരുത്.
പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം നീ ആചരിക്കണം. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ ആബീബ് മാസത്തിൽ നിശ്ചയിച്ച സമയത്ത് 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. ആബീബ് മാസത്തിലല്ലോ നീ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോന്നത്. ആദ്യം ജനിക്കുന്നതൊക്കെയും നിന്റെ ആടുകളുടെയും കന്നുകാലികളുടെയും കൂട്ടത്തിൽ കടിഞ്ഞൂലായ ആണൊക്കെയും എനിക്കുള്ളത് ആകുന്നു. എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെ ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം. വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്ത് ഒടിച്ചു കളയണം. നിന്റെ പുത്രന്മാരിൽ ആദ്യജാതിനെയൊക്കെയും വീണ്ടുകൊള്ളണം. വെറും കൈയോടെ നിങ്ങൾ എൻ്റെ മുമ്പാകെ വരരുത്. 6 ദിവസം വേല ചെയ്യണം. 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം. വിതകാലമോ കൊയ്ത്തുകാലമോ ആയാലും സ്വസ്ഥമായിരിക്കണം. കോതമ്പ് കൊയ്ത്തിലെ ആദ്യ ഫലോത്സവമായ വാരോത്സവം, ആണ്ടറുതിയിൽ കായ്കനി പെരുന്നാളും നീ ആചരിക്കണം. സംവത്സരത്തിൽ 3 പ്രാവശ്യം പുരുഷന്മാരൊക്കെയും ഇസ്രായേലിൻ്റെ ദൈവമായി യഹോവയായ കർത്താവിൻ്റെ മുമ്പാകെ വരേണം. ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞു, നിന്റെ അതിർത്തികളെ വിശാലമാക്കും. നീ സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ചെല്ലുവാൻ കയറിപ്പോയിരിക്കുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കയില്ല. എൻ്റെ യാഗരക്തം പുളിപ്പുള്ള അപ്പത്തോടുകൂടെ അർപ്പിക്കരുത്. പെസഹ പെരുന്നാളിലെ യാഗം പ്രഭാതകാലം വരെ വച്ചേക്കരുത്. നിന്റെ നിലത്തിലെ ആദ്യ വിളവിൻ്റെ ആദ്യ ഫലം നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരേണം. കോലാട്ടിൻകുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത്. യഹോവ പിന്നെയും മോശയോട്, ഈ വചനങ്ങളെ എഴുതിക്കൊള്ളുക. ഈ വചനങ്ങൾ ആധാരമാക്കി ഞാൻ നിന്നോടും ഇസ്രായേലിനോടും നിയമം ചെയ്തിരിക്കുന്നു എന്നരുളി ചെയ്തു. അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയോട് കൂടെയായിരുന്നു. അവൻ 10 കൽപ്പനയായ നിയമത്തിൻ്റെ വചനങ്ങളെ പലകയിൽ എഴുതിക്കൊടുത്തു. അവൻ തന്നോട് അരുളി ചെയ്തത് നിമിത്തം തൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശെ സാക്ഷ്യത്തിൻ്റെ പലക 2 കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല. അഹരോനും ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിക്കുന്നത് കണ്ടു. അതുകൊണ്ട് അവർ അവൻ്റെ അടുക്കൽ ചെല്ലുവാൻ ഭയപ്പെട്ടു. മോശെ അവരെ വിളിച്ചു. അപ്പോൾ അഹരോനും സഭയിലെ പ്രമാണികളൊക്കെയും അവൻ്റെ അടുക്കൽ മടങ്ങി വന്നു. മോശെ അവരോട് സംസാരിച്ചു. അതിൻ്റെ ശേഷം ഇസ്രായേൽ മക്കളൊക്കെയും അവൻ്റെ അടുക്കൽ ചെന്നു. സീനായി പർവ്വതത്തിൽ വെച്ച് യഹോവ തന്നോട് അരുളി ചെയ്തതൊക്കെയും അവൻ അവരോട് ആജ്ഞാപിച്ചു. മോശെ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തൻ്റെ മുഖത്ത് ഒരു മൂടുപടമിട്ടു. മോശെ യഹോവയോട് സംസാരിക്കേണ്ടതിന് അവൻ്റെ സന്നിധാനത്തിൽ കടക്കുമ്പോൾ പുറത്തു വരുവോളം മൂടുപടം നീക്കിയിരിക്കും. തന്നോട് കൽപ്പിച്ചത് അവൻ പുറത്തു വന്ന് ഇസ്രായേൽ മക്കളോട് പറയും. ഇസ്രായേൽ മക്കൾ മോശയുടെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിക്കുന്നതായി കണ്ടതുകൊണ്ട് മോശെ അവനോട് സംസാരിക്കേണ്ടതിന് അകത്ത് കടക്കുവോളം മൂടുപടം പിന്നെയും തൻ്റെ മുഖത്ത് ഇട്ടുകൊള്ളും. ഇവിടെ ഇന്നത്തേക്കുള്ള വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. വായിച്ച് കേട്ട ഈ തിരുവെഴുത്തുകളാൽ ദൈവം നമ്മെ ഇവരെയും അതിസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.